ഇതൊന്നും കാണുന്നില്ലേ? ആന്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞത്. ആന്റിക്ക് ഇഷ്ടമല്ല നീ അവിടെ തീരുമാനിക്കുന്നേ? അത് നിന്റെ ആന്റി പറയട്ടോ അങ്ങോട്ട്. പറഭാമേ, നിനക്കിഷ്ടമല്ലേ ഇത്? പറയാൻ പറയാൻ ഇഷ്ടമല്ല. അത് ശരി, നിനക്കിഷ്ടമല്ലല്ലേ? എനിക്കത് വേണം. അല്ല അച്ഛാ, അച്ഛാ തൊട്ടുകൊടുത്ത് മാറിക്കോ. അച്ഛ തൊട്ടുപോലെ തന്നെ ഞാനൊന്ന് പറയട്ടെ അച്ഛാ. അച്ഛാ എന്തീ കാണിക്കുന്നത്? എനിക്ക് നിനക്ക് വേണമെങ്കിൽ വേണ്ട പാമേ, പക്ഷേ എനിക്കിത് വേണം. എന്റെ മക്കളുടെ വിയർപ്പും കണ്ണീരും ചോരയായത് എനിക്കിത് വേണം. ചെറിയ വൈമാർത്തിന്നേ അവരധ്വാനിച്ചുണ്ടാക്കിയതായത്. എനിക്കിത് വേണം. രാഘവൻ നായർക്ക് ഇത് അമൃത്. ഞാൻ ഈ മൊബൈൽ മടക്കി തരാൻ വന്നതാ. പോട്ടെ. പോട്ടെ അച്ഛാ. പോട്ടെ അച്ഛാ.
തള്ളയ്ക്കൊപ്പം മകനോടും മരുമകളോടും സ്നേഹമുണ്ട്. എന്നാൽ കണക്കായിപ്പോയി. ശാലിനിയെ ചുമക്കുന്നതിന് വിഷ്ണുവേട്ടന് കിട്ടാനുള്ളത് തന്നെ കിട്ടിയല്ലോ. എല്ലാം കണ്ടു കേട്ടു. രാജി, ഇവിടെ 2 ദോശ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല. ദേ വരുന്നു ശങ്കരേട്ടാ. ക്ഷമിക്കണം ശങ്കരേട്ടാ, പരിചയമുള്ള പോലീസുകാരൻ 2 അടി കൂടുതൽ ഇടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ശങ്കരേട്ടനൊക്കെയല്ലേ ഞങ്ങൾക്ക് ഇത്തിരി കാത്തിരിപ്പിക്കാൻ പറ്റൂ. കുടുംബശ്രീയിൽ എത്ര നേരം കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. തേങ്ങ വെട്ടുന്ന ജോലിക്കിടയിൽ ഇറങ്ങി പോന്നതാ. കാശ് തരുന്നവരോട് കൂറ് വേണമല്ലോ. ശങ്കരേട്ടന് സാമ്പാറോ ചട്നിയോ? സാമ്പാർ. ആ ആത്മാർത്ഥതയൊക്കെ ജോലിക്കാർക്കുണ്ടായെന്ന് വരും ശങ്കരേട്ടാ. കുടുംബക്കാർക്ക് അതും കൂടി വേണമെന്നില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് സുഖിച്ച് പഠിച്ചു പോയവർക്ക്. അല്ല, നിങ്ങൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് നട്ടല് പൊട്ടി ജോലി എന്ന് ശങ്കരേട്ടൻ കണ്ടില്ലേ? അല്ല, ശാരിക മോളെവിടെ? ഹാ, അതിന്റെ കഥ തന്നെയാ പറയുന്നത്. ശാന്തേ, ഓ ഷാരി എവിടെ? ഇങ്ങോട്ട് വന്നില്ലല്ലോ ശാരദാമ്മേ. അവള് വല്ലതും കഴിച്ചായിരുന്നോ? കൊണ്ടുപോയി കൊടുത്തതാ, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിന്നെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയതല്ലേ രാജി? അവള് ഭക്ഷണമായിട്ട് അവിടെ പോയതാ, വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞു. അതീ കൂടുതൽ ഇനി എന്താ ശാരദാമ്മ ചെയ്യാ? ഒക്കത്തിന് എന്റെ കൈ തന്നെ ചെല്ലണോന്ന് പറഞ്ഞ. എവിടെ? ശാലിനിമോളുടെ ഹോട്ടൽ എങ്ങനെയുണ്ട് ശാരദാമ്മേ? തരക്കേടില്ല. ഇതാ രാജി പറയുന്നത്, എത്ര ചേർത്ത് പിടിച്ചാലും സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യമൊന്നും വേറെ ആരോടും ഉണ്ടാവില്ലെന്ന്. കാര്യത്തോട് അടുക്കുമ്പോ അറിയാം ഓരോന്നും. ഷാരി, ഷാരി, ഡീ ഷാരി, ഇവിളിതെവിടെ പോയി? ഷാരി, ഷാരി, മോളെ ഷാരി, നീ എവിടെയാ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ബുക്കിൽ എഴുതിക്കോ ശാന്തേ. 47 ശങ്കരേട്ടാ. ശാലിനി മോള് എന്ത് ഹോട്ടലിൽ തുടങ്ങിയെന്നാ പറഞ്ഞേ? മൊബൈൽ റെസ്റ്റോറന്റാ ശങ്കരേട്ടാ. വണ്ടിയിലുള്ള ആ ഹോട്ടലാ. അത് ഓടിച്ച് എവിടെ വേണേലും പോയി കച്ചവടം നടത്താം. ശാന്തേ, ഓ ഷാരി ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ ശാരദാമ്മേ. അവള് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുവല്ലോ. എന്തത്? അയ്യോ മോളെ, ഷാരി, മോളെ, ശാന്തമ്മേ, അയ്യോ ഷാരി, കുഞ്ഞേ, അയ്യോ മോളെ, അയ്യോ ഷാരി, മോളെ, അയ്യോ മോളെ, ശാരി മോളെ, അയ്യോ മോളെ, നീ എന്താ ശാന്ത, എന്താ ഇതൊക്കെ? എന്താ സംഭവിച്ചത്? അയ്യോ ശാരദാമ്മേ, ഇതൊന്ന് നോക്കിയേ. അയ്യോ, അയ്യോ
എന്റെ പൊന്നു മോളെ നീ ചതിച്ചല്ലോ ഷാരി രാജി മോളെ ഷാരി ഷാരി മോളെ ഷാരി എന്റെ കുഞ്ഞ് ഷാരി കച്ചവടം കുറവാ കുറുപ്പ് സാറേ. തുടങ്ങിയ സ്ഥലം ശരിയല്ലേ എന്നൊരു സംശയം. നല്ല ഒന്നാം തരം സ്ഥലമല്ലേ ഇത്. രാവിലെയും വൈകുന്നേരവും ആൾക്കാർ നടക്കാനിറങ്ങും. പിന്നെ വൃത്തിയിലും വെടുപ്പിലും നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടല് ഇവിടെ അടുത്തെങ്ങുമില്ല. ന്യായവിലക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്ന് വന്നാൽ ആളുകള് ഈച്ച ആർക്കുന്ന പോലെ ഇരമ്പി എത്തിക്കോളും. പിന്നെ ദൂരയാത്ര പോകുന്നവർക്കൊക്കെ ഒന്ന് നിർത്തി വിശ്രമിച്ചു പോകാനും പറ്റിയ സ്ഥലമല്ലേ ഇത്. ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന മനസ്സ് തണുക്കും. സമയം പോകുന്ന അറിയില്ല. ചില അസ്വസ്ഥതകളും ആശങ്കകളും വന്ന് മനസ്സിൽ കാറും കോളും നിറയുമ്പോ ഞാനും ചിലപ്പോ വന്നിരിക്കാറുണ്ട് ഇവിടെ. ആദ്യ ദിവസമല്ലേ മോളെ, ആൾക്കാര് വന്നോളും. ഇതിപ്പോ എത്ര ആഹാരവും മിച്ചം വരാന്ന് അറിയില്ല കുറുപ്പ് സാറേ. ഞാനിപ്പം എത്ര പേര് വരുമെന്ന് അറിയാത്തതുകൊണ്ട് കുറെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അത് പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു മനുഷ്യനെ കണ്ടു. ആരോ സ്കൂൾ പിള്ളേര് വലിച്ചെറിഞ്ഞ ഒരു പൊതി ചോറിനായി ഒരു പട്ടിയുമായി പിടിവലി. പട്ടി കടിച്ചു ചീന്തിയ പൊതി അതിനെ ഓടിച്ചു വിട്ടിട്ട് വഴിയിലിരുന്ന അയാൾ കഴിക്കുന്നു. ഇവിടെയോ? ആ, ഈ വഴി ചെന്നെത്തുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കാ. വലിയ വീട്ടിലെ പിള്ളേരല്ലേ അവിടെ പഠിക്കുന്നത്. അമ്മമാര് സ്നേഹത്തോടെ രാവിലെ ചോറ് പൊതിഞ്ഞു കെട്ടി കൊടുത്തേക്കും. അവർക്കത് വേണ്ട. എങ്കിലും വേണ്ടാന്ന് പറയില്ല. ഉച്ചയ്ക്ക് കൂട്ടുകൂടി പോയി കഴിക്കുന്ന പിസയോ ഷവർമയോ ഒക്കെ മതി അവർക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മയുടെ സ്നേഹം തെരുവിലെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. ആ, അതും ഒരു കണക്കിന് നല്ലതാ. മൃഗങ്ങളുമായിട്ട് പിടിവലി കൂടിയിട്ടാണെങ്കിലും വിശക്കുന്നവർക്ക് അത് ഉപകരിക്കുന്നുണ്ടല്ലോ. കേരളത്തില് പട്ടിണിയില്ലാന്നും പണിക്കള്ളന്മാരാണ് മൊത്തം എന്നൊക്കെ പറയുന്നത് വെറുതെയാ. എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നവർക്കൊക്കെ തൊഴിലുറപ്പുണ്ട്. ആരോഗ്യമില്ലാത്ത പാവങ്ങൾ എന്തു ചെയ്യും? പട്ടിണി കിടന്ന് ചാവൂ. പ്രാർത്ഥനയുണ്ടാവണം കൂടെ. പ്രാർത്ഥനയും മനസ്സുമൊക്കെ എന്നും ഉണ്ടാവും. അതിനൊപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും. ഇനിയിപ്പോ കുടുംബശ്രീ മാത്രമല്ല, നമ്മുടെ ശാരദാസ് കഫേ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രമതിക്ക് തീരെ വയ്യാതാവുമ്പോ ഹോട്ടലല്ലേ ഉള്ളൂ ശരണം. നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കളായിട്ട്. ഉള്ള മക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നവരുണ്ട് കുറുപ്പ് മാഷേ. ആ, ഇല്ലാത്തവർക്കേ അതിന്റെ വില അറിയൂ. എല്ലാം ശരിയാവും. അതിനുള്ളൊരു വഴിയാ ഇപ്പൊ ഈ തെളിഞ്ഞിരിക്കുന്നത്. തലകുനിച്ച് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വിഷ്ണുവും ശാലിനിയും മടങ്ങി ചെല്ലുന്നത് തലയുയർത്തി നെഞ്ചു വിരിച്ചായിരിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല,
പക്ഷെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഏയ് വേണ്ട. എന്നാ ശരി. മോളെ വിഷ്ണുട്ടാ, എന്താ പോയിട്ട് അച്ഛനെ കണ്ടില്ലേ? കണ്ടു. അച്ഛനെ മാത്രമല്ല എല്ലാരും കണ്ടു. വിഷ്ണുട്ടാ, എന്താ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും പറയേ. എന്റെ മക്കളുടെ വിയർപ്പും കണ്ണീരും ചോരയായത് എടോ എടോ അത്രയ്ക്ക് അമ്മ എന്നെ വെറുത്തു പോയോ? ഞാൻ എന്ത് തെറ്റിട്ടാ? വിഷ്ണുട്ടനല്ലല്ലോ തെറ്റ് ചെയ്തത്, ഞാനല്ലേ. എന്നോടല്ലേ സത്യമ്മ വീട് വിട്ട് പോവാൻ പറഞ്ഞുള്ളൂ. അപ്പോ എന്നോടൊപ്പം ഇറങ്ങിയതാ വിഷ്ണുവേട്ടൻ ചെയ്ത തെറ്റ്. ഞാൻ വിഷ്ണുവേട്ടനെയും കൂടി അപകടത്തിലാക്കിയെന്നാവും സത്യമ്മ വിചാരിക്കുന്ന. സുസ്മിത പറയും പോലെ ഒരു തട്ടുകടക്കാരന്റെ കോലത്തിലെത്തിച്ചൊന്ന്. എങ്കിൽ അതൊരു തെറ്റല്ലെന്ന് കാണിച്ചു കൊടുക്കും. നമ്മള് ജയിച്ച് കാണിച്ചു കൊടുക്കും. ഈ വാശിയ വേണ്ടത്. ചൂട് ദോശ ഉണ്ടോ? ഇപ്പൊ എടുക്കാം. ഇരിക്കും.